വൻദോഷമിൽ മൂന്നാമതായി എണ്ണുന്നത് സുഹൃത്തുക്കളെ കൊലപാതകം തന്നാണത്. മനഃപൂർവം ഒരു മുഅ്മിനെ ആരോ കൊന്ന്, എന്നാൽ അവന് ജഹന്നമാ പിന്നന്ന് എന്നുള്ളതും ഖുർആൻ ശരീഫിൽ അന്നിസാ സൂറത്തിലാണത്. നോക്ക് കണ്ടാൽ നുഫിസാ. ആകാശഭൂമിയുടെ അഹ്ലുകാർ ഒന്നിച്ചതായി, ഒരു മുഅ്മിനിന്റെ തമ്മിൽ അവർ പങ്കുള്ളതായി. അതിൽ പങ്കെടുത്തവരാര് അവരെ അടങ്കലും തള്ളുന്നതാ റബ്ബെന്ന് നരകക്കുണ്ടിലും. തുർമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. ആരോ ഒരാൾ ഖത്ലിൽ സഹായിച്ചാലും ഒരു ചെറിയ വാചകം കൊണ്ട് എങ്കിൽ പോലും റബ്ബിന്റെ റഹ്മത്തിൽ നിരാശ ലഭിച്ചവൻ, ഇരു കണ്ണിടക്കിത് കാണുമേ നോക്കുന്നവൻ, ഈ രീതിയിൽ അവൻ നാളെ വരുമെന്നുള്ളതും തിരുനബിയിൽ നിന്ന് അബൂ ഹുറൈറ പറഞ്ഞതും. നേരിട്ട് നിന്നിര് മുസ്ലിമീങ്ങളെ വാളുമായി തമ്മിൽ ഇടഞ്ഞു ഒരാൾ, അതിൽ മഖ്തൂലുമായി. നരകത്തിലാണവർ രണ്ടുമെന്നാണുള്ളത്. ശൈഖാനി റിപ്പോർട്ടുള്ളതായി കാണുന്നത്. ഖാതിലിനെ കൊല്ലണമെന്ന് കരുതി ഉറച്ചതാ, അതുകൊണ്ട് ഇവനും അന്നതിൽ കടക്കുന്നതാ. ദാവൂദ് നബി ബൈത്തുൽ മുഖദ്ദസ് പണിയുന്നതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതായി. വീണ്ടും പണിഞ്ഞു തുടങ്ങി, ഗതി അതു തന്നെയായി. പണിയുന്നതും തകരുന്നു, താൻ വിഷമത്തിലായി. ചോദിച്ച് റബ്ബോടൊരു ദിനം, എന്താണിത് പണിയുന്നതും പൊളിയുന്നതായി കാണുന്നത്? രക്തച്ചൊരിച്ചിൽ വന്നു നിങ്ങളിൽ അനവധി, ഇത് പൂർത്തിയാക്കുന്നതിനുമില്ല അതിനാൽ വിധി. അത് നിന്റെ മാർഗമിലല്ല കൊല ചെയ്തത്, ശരി തന്നെ അടിമകൾ എന്റേതാണ് തുലഞ്ഞത്. ആരുണ്ട് റബ്ബെ പൂർത്തിയാക്കാൻ പണിതത്? പുത്രൻ സുലൈമാനാണ് ഭാഗ്യം ഉള്ളത്. ബൈത്തുൽ മുഖദ്ദസ് പൂർത്തിയാക്കി പണിതത് ദാവൂദ് നബി പുത്രൻ സുലൈമാൻ തന്നത്.